എല്ലാവർക്കും സെഞ്ചി ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിനകത്താണെന്നുണ്ടെങ്കിൽ A+ മേടിക്കാൻ ആവശ്യമുള്ള ടിപ്സും ട്രിക്സുമാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്റർ മേടിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ് മാർക്കിനുള്ള മാർക്ക് കിട്ടും. അതുപോലെ തന്നെ A+ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിനകത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പാറ്റേണിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 സെക്ഷനാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A സെക്ഷനും രണ്ടാമത്തെ B സെക്ഷനുമാണ് ഉള്ളത്. A സെക്ഷനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ, അത് മാൻഡേറ്ററി ആണ്. ദെൻ B സെക്ഷനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യനകത്ത് വരുന്നതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. സോ ഇതാണ് മോസ്റ്റ് ഓഫ് ദി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ദെൻ ഇത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ദെൻ അതിനുശേഷം നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, കേരള ടുവേഴ്സ് മോഡേണിറ്റി, കൾച്ചർ ആൻഡ് നാഷണലിസം, സോഷ്യോളജി, വാട്ട്, വൈ. ദെൻ അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, അതും കമ്പൽസറി ആണ്. ആദ്യമേ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് വണ്ണിലായിരുന്നു, സോഷ്യൽ സയൻസിലെ ടെസ്റ്റ് 1 ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസിൻ്റെ 2 ടെക്സ്റ്റ് ബുക്കിനകത്തെയാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ സയൻസ് നമുക്ക് 2 ഉണ്ടെന്ന് അറിയാം. സോഷ്യൽ സയൻസ് 1 ഉണ്ട്, സോഷ്യൽ സയൻസ് 2 ഉണ്ട്. അപ്പോൾ അതിനകത്ത് സോഷ്യൽ സയൻസ് 1 ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി സോഷ്യൽ സയൻസ് 2 അതിനകത്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ എന്താണ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, അതുപോലെ തന്നെ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, ദ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പൊട്ടൻഷ്യൽ. ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇന്നത്തെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ദ സ്ട്രഗിൾ ആൻഡ് ദ ഫ്രീഡം, അതേപോലെ തന്നെ ദ റിസോഴ്സ് ദ വെൽത്ത് ഓഫ് ഇന്ത്യ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. ഇത്തരം ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ഇനി ഫുൾ A+ ആണ് ലക്ഷ്യമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ 9 ചാപ്റ്റേഴ്സ് മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഈ 9 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തില്ല, നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഇത് മാൻഡേറ്ററി ആണ്, ഇത് നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. 40 മാർക്കിന് വരുന്ന ഒരു ഏരിയയാണ്, നമ്മളത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്തതാണ്. നിങ്ങൾക്ക് അറിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യൻ വരണമെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചേ പറ്റുള്ളൂ. ദെൻ അത് അടുത്ത നിങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെവല്യൂഷൻ, ദ ഇൻഫ്ലുവൻസ് ദ വേൾഡ് ഇൻ ദ 20th century. അങ്ങനെ ഈ 2 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ഇതിനകത്ത് വരുന്നത്. അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 ചാപ്റ്റേഴ്സിനകത്ത് 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ 2 ക്വസ്റ്റ്യനും 6 മാർക്കിനായിരിക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി. SSLC എക്സാമിന് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതാണ് മോസ്റ്റ് ഓഫ് ദ ഞാൻ പറയുന്നത് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഓപ്ഷണലായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ 4 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഫുൾ A+ലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ A+ലേക്ക് എത്താൻ പറ്റും സോഷ്യൽ സയൻസിനകത്ത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ചാപ്റ്ററിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ, അല്ലെങ്കിൽ നിങ്ങൾ ഏതാ പഠിക്കാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സർവീസ്. ഇതിനകത്ത് ഏതെങ്കിലും ഓർഡർ പഠിച്ചാൽ മതി. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ആൻഡ് ടൈം, അല്ലെങ്കിൽ എന്താണ് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്. ഇതിനകത്ത് ഏതെങ്കിലും ഓർഡർ പഠിച്ചാൽ മതി. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് ദ പൊളിറ്റിക്കൽ സയൻസ്, അത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സിവിക്സ് പഠിക്കാം. അപ്പം ഈ 3 ചാപ്റ്റേഴ്സും നല്ലപോലെ പഠിക്കാൻ നോക്കുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, ഇതിനകത്ത് ഏതെങ്കിലും ഓർഡർ നിങ്ങൾ പഠിച്ചാൽ മതി. റെവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ പഠിക്കാം. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് സെലക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പഠിക്കാം, അല്ലെങ്കിൽ എന്ത് പഠിക്കാം, വേൾഡ് ഇൻ ദ 20th century. ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നിയത് അത് നിങ്ങൾക്ക് പഠിക്കുക.
അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരുവാണ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ 3 ചാപ്റ്റേഴ്സ്, ഈ 3 ഞാൻ റൗണ്ട് ചെയ്തേക്കുന്ന ഈ 3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷനായിട്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും പഠിക്കാൻ പറ്റും. സോ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇനി ചില ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് 4 ചാപ്റ്റർ പഠിച്ചാൽ പോലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ മേടിക്കാൻ പറ്റുമെന്ന്. അതിന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തിയറി എക്സാം വരുന്നതാണെന്നുണ്ടെങ്കിൽ 80 മാർക്കാണ്. ദെൻ അതിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ 10 മാർക്ക് എന്ത് ചെയ്യും, CE മാർക്കായിട്ട് വരും. ദെൻ ഇതിനകത്ത് നിന്നാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, A+ൻ്റെ മാർക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 90 മാർക്കിനകത്ത് നമുക്ക് 81 മാർക്ക് വേണം എന്ത് ചെയ്യാൻ, A+ കിട്ടാൻ. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 72 ഒരു 80 അല്ലെങ്കിൽ 79 മാർക്കാണ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് A+ കിട്ടും. നിങ്ങൾക്ക് അത് A+ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം, ഗ്രേസ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടും. സോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 71 മാർക്ക് കിട്ടിയാൽ പോലും അല്ലെങ്കിൽ 70 മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, A+ മേടിക്കാൻ പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യം. അപ്പം നമുക്കറിയാം, ഈ 80-നകത്ത് 72 മാർക്കാണ്. ഈ 80-നകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് 70 മാർക്ക് മേടിച്ചാൽ മതി, നിങ്ങൾക്ക് A+ കിട്ടും. അപ്പം അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ 4 ചാപ്റ്റേഴ്സ്, അതും നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഞാൻ ഇതിന് പറയാൻ എന്തുകൊണ്ട് അത് എടുത്തു എന്നുള്ള റീസണും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് നല്ല ക്ലിയർ ആയിട്ട് മസ്റ്റായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം. ദെൻ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ടിപ്സിലേക്ക് പോകാം. അടുത്ത ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഓർക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ്ലി ഇത് സോഷ്യൽ സയൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, പോയിന്റ് ആയിട്ട് ആൻസേഴ്സ് എങ്ങനെ എഴുതണം, ആൻസേഴ്സ് മസ്റ്റ് ബി റൈറ്റ് ഇൻ പോയിന്റ്. നമുക്കാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ആയിട്ട് ആൻസർ എഴുതാൻ നോക്കുക. ഇപ്പം essay ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ essay പോലെ ഇങ്ങനെ എഴുതുക. അത് കൂടുതലും പാരഗ്രാഫ്സ് ആയിട്ട് നിങ്ങൾ തിരിച്ച് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ തിരിച്ച് എഴുതുമ്പോൾ തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിക്കും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് കരുതിക്കും. ഇത് ഇങ്ങനെ ഇതേപോലെ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ജസ്റ്റ് പെൻസിൽ വെച്ച് എന്ത് ചെയ്താൽ മതി, അണ്ടർലൈൻ ചെയ്യുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഹൈലൈറ്റ് ചെയ്യില്ലേ, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാരണം അത് ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാകും. കാരണം നിങ്ങൾ പഠിക്കുന്ന കുട്ടിയാണ്, മെയിൻ പോയിന്റ് ആണ് അവിടെ എഴുതി വെച്ചത്. അത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിൽ വാല്യുവേഷൻ സമയത്ത് ജസ്റ്റ് ഒന്ന് പേപ്പർ ഇങ്ങനെ മറിച്ചിങ്ങനെ പോവുക, ജസ്റ്റ് ടിക്ക് ചെയ്ത് പോവുക, ക്ലിയർ ആയിട്ട് അങ്ങനെ വലിയതായിട്ടൊന്നും വാല്യൂ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ വാല്യുവേറ്റ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. നിങ്ങളാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുള്ളൊരു ഇമ്പ്രഷൻസ് ടീച്ചേഴ്സിലെത്തിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പേഴ്സ് അത്രയ്ക്ക് രീതിയിൽ എന്ത് ചെയ്യില്ല, വാല്യുവേറ്റ് അങ്ങനെ ചെയ്യുന്നത് ഇച്ചിരി കൂടി സ്ട്രിക്റ്റ് ആക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത് ഡബിൾ വാല്യുവേഷൻ ഇല്ലാതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, A+ കിട്ടാനും അവിടെ മാർക്ക് നല്ലപോലെ വീഴാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത് രണ്ടാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു തരുന്ന ട്രിക്ക്. ഇത് രണ്ടും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇയർ. ഇപ്പം പല സോഷ്യൽ സയൻസ് ആയിട്ട് തന്നെ പല ഇയർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇയേഴ്സ് ഒന്നും നമുക്കാണെന്നുണ്ടെങ്കിൽ എസ്സേനകത്ത് എഴുതാൻ ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇയർ എഴുതാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇയർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇയർ അറിഞ്ഞില്ലെങ്കിൽ അത് എഴുതാതിരിക്കുക. അതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഇപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് കരുതിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആൻസർ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനായിട്ട് ലിങ്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി നോക്കുക. ആ ക്വസ്റ്റ്യൻ വായിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ എന്താണോ കത്തുന്നത് അത് നിങ്ങൾ ലിങ്ക് ചെയ്യുക. അതിനുശേഷം അതെന്ത് ചെയ്യുക, ആൻസർ പേപ്പറിനകത്ത് റൈറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ പൊട്ടത്തെറ്റാവാം, എന്തോ ആവട്ടെ, പക്ഷെ അത് എഴുതുക. ചിലപ്പോൾ നിങ്ങൾക്ക് അത് 1 മാർക്കെങ്കിലും വീഴാം. ഈ 1 മാർക്കായിരിക്കും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പം
A+ലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. സോ ഇത് മസ്റ്റായിട്ട് കെയർഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. സോ ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.